ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്നും അത് ഷെയർ ചെയ്യാമെന്നും കരുതിയത്. അപ്പം ഇന്ന് എൻ്റെ വാപ്പച്ചിയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അവരവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് 33 വർഷമായി. അപ്പം രണ്ടുപേരും രണ്ട് കാസ്റ്റായിരുന്നു, ലവ് മാരേജ് ആയിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ ഫാമിലി ഒന്നും നോ പറഞ്ഞില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചു. പിന്നെ അവർക്ക് മക്കളുണ്ടായപ്പോഴാണെങ്കിലും, അതായത് ഞങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണെങ്കിലും അവരും കാസ്റ്റും പറഞ്ഞൊരു പ്രശ്നത്തിനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പം അതിൽ എന്താ പറയുക, ഒരു നോ പറയാനായിട്ട് അവരും നിന്നില്ല. കാരണം അവരുടെ പേരൻസ് അവരോട് നോ പറഞ്ഞില്ല, അവരും ആരോടും നോ പറയുന്നില്ല. വേറെ വേറെ കാസ്റ്റ് ആണെങ്കിൽ കൂടി അതിനൊരു പ്രശ്നമായിട്ട് ആരും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ കാസ്റ്റിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ഒരു മനുഷ്യരാണ്. ആ ഒരു ഒറ്റൊരിതാണ് എപ്പോഴും എൻ്റെ വാപ്പച്ചിയാണെങ്കിലും അമ്മയാണെങ്കിലും എടുക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർ രണ്ടുപേരും എന്ന് പറയുന്നത്. അവരുടെ എന്താ പറയുക, വേറെ നമ്മുടെ അറിയാവുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് കാസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം എന്തോ ഇത്ര ഒരുപാട് കാസ്റ്റാണല്ലോ, അപ്പോൾ എന്താ ചെയ്യുക, അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ എത്ര വേറെ ആൾക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങൂലേ, അല്ലെങ്കിൽ അതൊരു സത്രമാണോ, അങ്ങനത്തെയൊക്കെ രീതിയിലുള്ളത് ടോക്ക് നമ്മൾ നേരിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. നേരിട്ട് കേൾക്കുന്ന ടോക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലാണ്ട് വളഞ്ഞു വരുന്ന ഒരു കാര്യവും ഞാനത് എടുക്കാറില്ല. കാരണം അത് നമ്മുടെ നമ്മളുടെ അടുത്ത് നേരിട്ട് പറയുന്ന കാര്യവും വേറെ ആരെങ്കിലും പറഞ്ഞ് മറ്റൊരാളുടെ കാര്യം നമ്മൾ അറിയുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അങ്ങനെ വന്ന ഒരു കാര്യം ഞാനത് കാര്യമായിട്ട് എടുക്കുകയും അതെനിക്ക് മുന്നോട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നേരിട്ട് ആരെന്ത് പറയുന്നു ആ ഒരു കാര്യത്തെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലാണ്ട് വളഞ്ഞു വരുന്ന ഒരു കാര്യം ഞാൻ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അതിൽ നമ്മൾ നേരിട്ട് കേട്ടൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്. എൻ്റെ കൈ മുറിഞ്ഞാലും എൻ്റെ വീട്ടിലുള്ള ആരുടെ കൈ മുറിഞ്ഞാലും വരുന്ന ബ്ലഡ് റെഡ് കളർ തന്നെയാണ്. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. അല്ലാണ്ട് കളർ ഒക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവരും മനുഷ്യരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു കാസ്റ്റ് കൊണ്ടുവരിക, വലിച്ചിടുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് എന്താ പറയുക, ഒരു കാര്യത്തിനും മറ്റുള്ള ഒരു കാര്യത്തിനും തന്നെയും അങ്ങനെയുള്ള ഒന്നും വയ്ക്കാറില്ല. ഒരു ലിമിറ്റേഷൻസ് അങ്ങനെ വയ്ക്കാറില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർ രണ്ടുപേരെന്ന് പറയുന്നത്. ഇപ്പം എന്നെ നോക്കി വളർത്തിയതാവട്ടെ, എല്ലാ പേരൻസും അവരുടെ മക്കളെ നോക്കി വളർത്തുമെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ പേരൻസും എന്നെ നോക്കി വളർത്തിയതും എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർ രണ്ടുപേരും കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറെ സെലക്ട് ചെയ്തപ്പോഴും എനിക്കിഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അതിനകത്തും എൻ്റെ പേരൻസ് ഒരു നോ പറഞ്ഞിട്ടില്ലായിരുന്നു. അവരതിനെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും അതിൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ചിലയിടത്തേക്ക് നമ്മൾ കണ്ടും കേട്ടിട്ടുണ്ട്, എന്താ പറയുക, ഇപ്പം പേരൻസ് ലവ് മാരേജ് ആണെങ്കിൽ കൂടി മക്കൾക്ക് അതിനുള്ളൊരു ഇത് കൊടുക്കാറില്ല. ചിലപ്പോൾ പേരൻസ് രണ്ട് ഒരേ കാസ്റ്റിലായിരിക്കും കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ മക്കൾ വേറെ കാസ്റ്റാണെങ്കിൽ സ്നേഹിക്കുന്നതെങ്കിൽ അതിന് എതിർക്കുമായിരിക്കും, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. പക്ഷെ ചിലർ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് പേരൻസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വളരെ 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 സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നത്തെ പോലെ തന്നെ എനിക്ക് അതിനൊക്കെ ഒരു മൂടില്ല. അപ്പം ഇന്നിപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ ഹായും കണ്ടില്ലേ, ഒരു ഗുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഉറങ്ങി. അപ്പോൾ ഞാൻ ആ സമയം നോക്കി വന്നതാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അത്. കാരണം ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നു അല്ലെങ്കിൽ കാണുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സാധാരണ നേരിട്ട് മുഖാമുഖം എനിക്ക് സംസാരിക്കാനും പറയാനും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാനൊന്നും അധികം ആരും തന്നെ ഇല്ല. ഞാനിങ്ങനെ പറയുന്ന ഈ ഒരു മീഡിയ അത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്. ടാറ്റാ ബൈ ബൈ.